ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് റിയ. ഞാൻ UK ഒരു രജിസ്റ്റേർഡ് നഴ്സാണ്. നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയായിരിക്കും. ഞാൻ ഇൻസ്റ്റയിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ കുറച്ച് പോസ്റ്റും വീഡിയോസൊക്കെ ഇടാറുണ്ട്. പിന്നെ ഈ റീസെൻ്റായിട്ട് ഞാൻ ചെയ്യുന്ന ഓൺലൈൻ ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള പോസ്റ്റും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഓർത്താണ് ഞാനിങ്ങനെ ഷോർട്ട് വീഡിയോ എടുക്കുന്നത്. ഞാൻ ചെയ്യുന്നത് ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെക്ഷനാണ്. റിയൽ ആയിട്ടുള്ളൊരു കമ്പനിയാണ്. റിയൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട്, എല്ലാം റിയൽ ആയിട്ടുള്ളതാണ്. 19 വർഷമായിട്ട് ഉള്ള ഒരു ജാപ്പനീസ് കമ്പനിയാണിത്. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ സെക്ഷനിലെ മാർക്കറ്റിംഗ് സെക്ഷൻ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ബിസിനസ്സിനെ പറ്റി ആദ്യം അറിഞ്ഞപ്പോൾ എല്ലാവരും ചിന്തിച്ച പോലെ സ്കാമാണ്, മണി ചെയിനാണ് എന്നൊക്കെ ഞാനും ചിന്തിച്ചു. അപ്പോൾ 2-3 ടൈംസ് ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ടു. എന്തിനാ വെറുതെ, നല്ലൊരു നഴ്സിംഗ് പണിയുണ്ട്, അപ്പോൾ അത് ചെയ്തങ്ങ് ജീവിച്ചാൽ പോരെ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ട് ഞാൻ ഏജൻസി ഷിഫ്റ്റ് ബുക്ക് ചെയ്യും, അല്ലെങ്കിൽ എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കും. അപ്പോഴൊക്കെ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് മാത്രമേ ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ വീട്ടിൽ നിന്ന് മാറിയിരിക്കുകയാണ്. കൊച്ചിൻ്റെ അടുത്ത് നിൽക്കേണ്ട സമയമൊക്കെ മാറി നിൽക്കുകയാണ്. എൻ്റെ സ്ലീപ്പിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ മൈ ഗോഡ്, എനിക്ക് ചിന്തിക്കാൻ വയ്യ. എനിക്ക് പകലുറക്കമില്ല, രാത്രി ഉറക്കമില്ല. എൻ്റെ സ്ലീപ്പിംഗ് പാറ്റേൺ ടോട്ടലി ഡിഫറെൻ്റായി. അപ്പം വല്ലാണ്ട് ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോഴാണ് എന്തുകൊണ്ട് എനിക്കൊരു പ്ലാൻ ബി, ഒരു ജെനുവിനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ട്രൈ ചെയ്തുകൂടാ. അങ്ങനെയാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞു. ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് എനിക്കൊരു പൈസ മുടക്കം ഉണ്ടായില്ല. അതിൽ നമ്മൾക്ക് ഒരു എമൗണ്ട് അടച്ചാലാണ് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. പക്ഷേ അത് ടോട്ടലി റീഫണ്ടബിളാണ്. എന്ന് വെച്ചാൽ ഇതൊരു ഇത്രയും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഫ്രീ ആയിട്ട് കമ്പനി ഡീറ്റെയിൽസും കോമ്പൻസേഷൻ പ്ലാനും ഏണിങ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് ഈ ബിസിനസ് എന്ന് ഫ്രീ ആയിട്ട് ആരോടും പറയും എന്ന് നമുക്കങ്ങനെ തിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം അതിന് ചെറിയൊരു ഫീ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫീ അടച്ച് കഴിഞ്ഞിട്ട് ബിസിനസ് ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞ് നമുക്കത് പറ്റും അല്ലെങ്കിൽ നമുക്കത് പറ്റില്ല, എന്ത് വേണേലും നമുക്ക് ഡിസൈഡ് ചെയ്യാം. നമുക്ക് നമ്മുടേതായ സമയമുണ്ട്. ആരും റഷ് ചെയ്യത്തില്ല, ആരും നിങ്ങളെ പ്രഷർ ചെയ്യത്തില്ല, ആരും മെസ്സേജോ കോളോ ഒന്നും ചെയ്യത്തില്ല. അപ്പം അങ്ങനെയുള്ളൊരു ഇതൊന്നുമല്ല. നമുക്ക് നമ്മുടേതായ സമയത്ത് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ സമയത്ത് ബിസിനസ്സിൻ്റെ മാർക്കറ്റിംഗ് സെക്ഷനൊക്കെ പഠിച്ച് ബിസിനസ് നമ്മുടേതായ സമയത്ത് ഷെഡ്യൂൾ ചെയ്ത് ചെയ്യാൻ പറ്റും. ഇത് ആരുടെയും ഒരു പ്രശ്നമില്ല, നമ്മുടെ ബോസ് നമ്മൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാനത് യൂസ് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഞാൻ ഒട്ടും റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാനിപ്പോൾ അത് സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും ഒരു പ്ലാൻ ബി അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഇൻകം, വർക്ക് ഫ്രം ഹോം 12 അവർ ഷിഫ്റ്റ് ചെയ്ത് മടുത്തവർ കാണും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ പറയുള്ളൂ. ഞാനിവിടെ റിയൽ ആയിട്ടൊരു വ്യക്തി പ്രൂവണായിട്ട് ഇവിടെ നിൽക്കുമ്പം നിങ്ങൾക്ക് അത്രയും ഡൗട്ട്സിൻ്റെ കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഓരോരുത്തരുടെ ഡിസിഷനാണ്, അവരവർക്ക് ഡിസൈഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വീഡിയോ ലെങ്ത് കൂടിപ്പോയി. അപ്പോൾ ബൈ, ടേക്ക് കെയർ.